ഹായ്, ഇത് കണ്ടോ? ഇന്ന് ട്രിവാൻഡ്രം പോയപ്പോൾ എനിക്ക് മുട്ടം പണി കിട്ടി. നമ്മൾ ആക്കുളം പോണ റോഡുണ്ടല്ലോ, ആ റോഡ് നിഷിൻ്റെ അവിടെയാണിത്. ഫുൾ വെള്ളം, കായലിൽ നിന്ന് കയറിയതാണെന്ന് തോന്നുന്നു. ഫുൾ വെള്ളം. നമ്മൾ വണ്ടി മുങ്ങിപ്പോയി, വണ്ടി സ്റ്റാർട്ടായില്ല. പിന്നെ കുറേ പാടുപെട്ട്. മെഡിക്കൽ കോളേജിലാണ് വന്നത് മെഡിസിൻ മേടിക്കണമെന്ന്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. മെഡിസിൻ വില കുറച്ച് കിട്ടുന്ന സ്ഥലം. നമ്മൾ സ്ഥിരം ഇവിടെ നിന്നാണ് മെഡിസിൻ എടുക്കുന്നത്. അങ്ങനെ മെഡിസിനൊക്കെ മേടിച്ചു. യാസീനെ ട്യൂഷനാക്കിയിട്ടാണ് വന്നത്. അപ്പം നമ്മൾ ഉച്ചത്തേക്ക് ഫുഡ് ഒന്നുമില്ല, അങ്ങനെ ഫുഡ് മേടിക്കണം. അവിടെ നമ്മൾ സ്ഥിരം മെഡിക്കൽ കോളേജിൽ വരുമ്പോഴത്തേക്കും ഫുഡ് മേടിക്കുന്ന സ്ഥലമുണ്ട്, മലബാർ ബൈസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി ഫുഡൊക്കെ മേടിച്ചു. ബിരിയാണിയാണ് മേടിച്ചത്. അവിടെ ഹാഫ് ബിരിയാണി കിട്ടും. ഹാഫ് ബിരിയാണി മേടിച്ചു. നല്ല ഫുഡാണ് അവിടുത്തെ. കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് മോള് വന്നപ്പോഴും നമ്മളിവിടെ പോയാണ് ഫുഡ് കഴിച്ചത്. അന്ന് നമ്മൾ മന്തിയാണ് കഴിച്ചത് കേട്ടോ. തിരിച്ചെന്തായാലും ആ വഴി കൂടെ തന്നെ നമ്മൾ വന്നായിരുന്നു, ആ കുളം വഴി കൂടെ വന്നു. അപ്പോൾ രാവിലത്തെ അത്ര വെള്ളമില്ല, എന്നാലും കുറച്ച് വെള്ളമുണ്ട്. ഇതിപ്പം മുകളിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്, എവിടെ നിന്നാണെന്നൊരു പിടിയില്ല. കൊണ്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരിക, നല്ല ഫോഴ്സിനാണ് വെള്ളം ഒഴുകി വരുന്നത്. പിന്നെ നമ്മളൊരു സ്വീറ്റ്സൊക്കെ കിട്ടുന്നൊരു കടയിൽ കയറി ഗുലാബ് ജാം മേടിച്ചു. ഞാൻ കുറേ നാളായി സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല്ല് വേദനയാണ്, പല്ല് കഴിക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു. കൊള്ളാം, നല്ല ടേസ്റ്റായിരുന്നു. കുറേ നാളിൽ കൂടി കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അവിടെ കുറേ വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട്. നമ്മൾ ഇതുവരെയും കാണാത്ത കുറേ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടിൽ അച്ചാർ, ഇതുവരെയും കേൾക്കാത്ത കുറേ ബ്രാൻഡ്, നല്ല വെറൈറ്റി ഐറ്റംസുകളുണ്ടായിരുന്നു. ഇതാണ് ആ ഷോപ്പ് കേട്ടോ. സ്റ്റോപ്പുള്ളത് ബൈപ്പാസിൽ നിന്ന് നമ്മൾ സ്റ്റേഷൻ കടവ് കയറൂലേ, അവിടെയാണ്. തിരിച്ച് വന്ന് യാസീനെ ട്യൂഷൻ എന്നൊക്കെ വിളിച്ചു. നമ്മൾ പോയി ഫുഡ്, വീട്ടിൽ പോയില്ല. നമ്മൾ അവിടെ ഒരു എന്താ പറയുക, പുഴയൊക്കെ ഉള്ളൊരു നല്ല നൈസ് പ്ലേസ് ഉണ്ട്. അവിടെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് തന്നെ നമ്മൾ ഫുട്ബോളിനൊക്കെ ഒരുങ്ങി. നമ്മളവിടെ നിന്ന് തന്നെ ഫുട്ബോളിന് പോയി. സോക്സൊക്കെ തനിയെ ഇടാൻ ഭയങ്കര പാടാണ്. ഇന്ന് സമയമുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇടിയിപ്പിച്ചു, അല്ലെങ്കിൽ ഞാനാണ് ഇടിയിപ്പിച്ചു കൊടുക്കുന്നത്. തന്നെ ഇടിയിപ്പിച്ചു, കുഴപ്പമില്ല. പിന്നെ പ്രാക്ടീസിനൊന്നും മഴയായിരുന്നു, എന്നാലും കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത്. പിന്നെ മഴ പെയ്തപ്പോൾ കയറി നിന്നു. മഴയാകുമ്പോൾ മഴയത്ത് ഇറക്കത്തില്ല, കാരണം ശ്വാസം മുട്ടുള്ളതാണ്, അന്ന് മഴയത്ത് ഇറക്കത്തില്ല. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു, രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ ഇന്നും പോയി കൈകൊട്ടി കളി കാണാൻ. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ടീംസാണെന്ന് കൈകൊട്ടി കളി നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.